ഒതുങ്ങൂല എന്നുള്ളൊരു മെന്റലി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിയിൽ നമ്മളുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ബാക്ക് ടു ദ 2K, ഇവരുടെ വിഷയം എന്താന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഭയങ്കര ഡെലിക്കേറ്റ് ആണ് ഉമ്മര്. ആ മെന്റലി സ്ട്രോങ് അല്ല. മെന്റലി ഒട്ടും സ്ട്രോങ് അല്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ കറന്റ്ലി സിസ്റ്റം വിച്ച് ഈസ് റിവോൾവിങ് അറൌണ്ട് ദം ഈസ് ഓൾസോ മിൽക്കിംഗ് ദ സെയിം തിങ്. ഒരു സിസ്റ്റത്തിനും, ആൻഡ് ദിസ് ഇസ് ട്രൂത്ത്, ഒരു സിസ്റ്റത്തിനും ഒരു ഓർഗനൈസേഷനും ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമില്ല. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ ആർക്കും ആവശ്യമില്ല. ദേ വാണ്ട് വർക്കേഴ്സ്. ഓക്കെ, ആൻഡ് അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, വെദർ ഇറ്റ് കംസ് ടു നേഷൻ, ഓർഗനൈസേഷൻസ്, പാർട്ടീസ്, വാട്ട് എവർ യു കോൾ ഇറ്റ്. ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരെ വേണ്ട. ഒബീഡിയന്റ് ആയിട്ടുള്ള അത് മതി. ആൻഡ് റൈറ്റ് നൗ ദ സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദാറ്റ്, ആൻഡ് ദർ ഇസ് ദിസ് പ്രഡിക്ഷൻ ഗോയിങ് ഓൺ ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് കമ്മിങ് അപ്പ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു റോബോട്ടിക് കൈൻഡ് ഓഫ് ജോലി ചെയ്യുന്ന ആൾക്കാർ മതി. ഓക്കെ, അതായത് യുവർ മെൻ്റൽ കപ്പാസിറ്റി, യുവർ ബ്രില്യൻസ് ഈസ് നോട്ട് ഈവൻ കൗണ്ടഡ് ആസ് എ ഫാക്ടർ. യു ആർ ഏബിൾ ടു പ്രസ് ദ ബട്ടൺ. ഞാൻ നിൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയുന്നു, അത്ര പ്രാവശ്യം ഇഫ് യു ആർ ഏബിൾ ടു പ്രസ് ദ ബട്ടൺ യു ഹാവ് ദ ജോബ്. അയ്യോ, ഇനി എ കൂടി വന്നാൽ എല്ലാവരും ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നാ പറയണേ. ഒരു പ്രഡിക്ഷൻ ഉണ്ട്, നവൽ രവികാന്തിന്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഇനി എങ്ങോട്ടാ വരുന്ന വെച്ചാൽ ഇപ്പൊ എയും റോബോട്ടിക്സ് ഒക്കെ വരില്ലേ. അപ്പോ ആൾക്കാരെന്ത് ജോലി ചെയ്യാ, എല്ലാ ഹാൻഡിൻ ഇതൊക്കെ ചെയ്യല്ലേ. അപ്പൊ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്റർടൈൻ ചെയ്യാന്നായിരിക്കും പറഞ്ഞിട്ടൊരു പ്രഡിക്ഷൻ. മനസ്സിലാക്കി. എന്നെ എയില് ഞെട്ടിച്ചൊരു സംഗതി എന്താ വെച്ചാ, ഞാൻ പ്രീവിയസ്ലി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ChatGPT എടുക്കുന്നത്. ChatGPT വരുന്നത് ആക്ച്വലി കഴിഞ്ഞ വർഷമല്ലേ, 2024 എങ്ങാണ്ടല്ലേ നമ്മുടെ അടുത്തേക്കൊക്കെ ChatGPT എത്തിയത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ സാധനം വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ സാധനം ഇങ്ങനെ ചുമ്മാ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഓക്കെ, സോ ഐ വാസ് എക്സ്പ്ലോറിങ്, പ്രോംപ്റ്റിങ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്. അപ്പോൾ ഇതൊരു വളരെ ബേസ് മോഡലായിരുന്നു കേട്ടോ. ഇതിൻ്റെ മെഷീൻ ലേണിംഗ് ഒക്കെ അത്രത്തോളം ഫ്ലഡ്ജ്ഡ് ആയിട്ടില്ല. അപ്പം ഞാൻ പുള്ളിക്കാരൻ ചുമ്മാ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ത്രെഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ഞെട്ടിപ്പോയത് കണ്ടിട്ട്. അന്ന് ഡ്രാഫ്റ്റ് ചെയ്ത സാധനം മിക്കവാറും ഇപ്പോഴും എൻ്റെ ഗൂഗിൾ ഡോക്കിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയ സാധനം. അമ്മാരി സാധനം തന്നെ. അമ്മാരി സാധനം തന്നെ. അതൊരു ഭയങ്കര സാധനമായിരുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അതിന് ശേഷം മീറ്റ് ചെയ്തു. ആൻഡ് ഞാൻ നിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു ആ സമയത്ത്, എനിക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല. ആൻഡ് നീ അപ്പം എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ട്സ് ഫ്രം ക്രിയേറ്റിവിറ്റി. അപ്പം ഞാനത് ശരിയാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റിവിറ്റി നല്ല തുടങ്ങിക്കളാ. അതിന്റെ ഇത് നോക്കിയാൽ ക്രിയേറ്റീവ് ആയിട്ടല്ല, പക്ഷെ അത് ലാസ്റ്റ് തലത്തെത്തും പറയുന്ന സാധനത്തിലാണ് അത് ആദ്യം ചെയ്തത്. പക്ഷെ അതൊരു ഭയങ്കര ഐ ഓപ്പണിങ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എങ്കിലും സ്റ്റിൽ വാട്ട് എവർ കംസ് ആൻഡ് ഗോസ്, നമുക്ക് നമ്മുടേതായൊരു പ്ലേസ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് ജോബ് നഷ്ടപ്പെടാം, പക്ഷെ അതൊരു ജോബ് നഷ്ടപ്പെടുക പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നോട്, പണ്ട് സിവിലൈസേഷൻ തുടങ്ങി അന്നുള്ള ജോബുകൾ കൈമാറിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പണ്ട് സിവിലൈസേഷൻ തുടങ്ങി അന്ന് എല്ലാവരും കൈക്കോട്ടും അല്ലെങ്കിൽ അമ്പും വില്ലെടുത്തിട്ട് അതായിരുന്നു ജോബ്. മിലിറ്ററി, ഇതൊക്കെയായിരുന്നു അന്നത്തെ ജോബ്. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇവിടെ സമരം നടന്നറിയില്ലേ, കയ്യിലെല്ലാം എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം, കയ്യിലെല്ലാം ജോലി കൊടുത്തിട്ടാവാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കമ്പ്യൂട്ടർ വന്നപ്പോ പ്രൊഫഷണൽ നാട്ടിൽ പച്ചക്കറി ഇല്ലാത്തൊരു നാട്ടിൽ അല്ലേ. അപ്പോ ഇത് വരുമ്പോ എന്തായാലും പ്രൊഫഷൻസ് മാറും, അത്രേ ഉള്ളൂ. ഒബ്വിയസാണ്. പിന്നെ നമ്മളും മ്യൂച്വലി ലേൺ ചെയ്യും, ഐ ബിലീവ് സോ. അതെൻ്റെ ഒരു ഓൺ ഫൈൻഡിങ് ആണ്. അതില് ചെറിയൊരു ബാരിയർ അടക്കുന്ന ഒരു സാധനം ഉണ്ട് ശരിക്കും. ഇപ്പൊ കണ്ടിട്ടില്ലേ, നമ്മളെ ടെക്നോളജിയുടെ കൂടെ പോവാത്ത ആൾക്കാര്, കുറെ ആൾക്കാർ പഴമയിൽ നിൽക്കുന്ന ഇപ്പോഴും നമ്മളതിലൊക്കെ കാണാൻ ചില കടകളൊക്കെ അവര് കൂടെ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ മിസ്സാവാൻ ചാൻസ് ഉണ്ട് കുറെ ആൾക്കാർ. അതൊരു പ്രശ്നമല്ല. കാരണം ഇപ്പൊ സോഷ്യോളജിയിലുള്ള ഒരു തിയറി പറയുന്നുണ്ട്, ലോകത്തിൽ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഓക്കെ, അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലോകത്ത്.
ഇപ്പോഴും കല്ലുരത്തി തീ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അമ്പും വില്ലും കൊണ്ട് ഇതുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും നോക്കിയ N95 യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലാൻഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് മോസ്റ്റ് മോഡേൺ ഓക്കെ VR AR VR AI ഗൂഗിൾ ലെൻസ്, അതുപോലെ എന്താ പറയുക ആപ്പിൾ ഇൻ്റലിജൻസ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന. സോ ഇതൊക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു ആൻഡ് സ്റ്റിൽ ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് റിമെയിൻ ദെയർ. അപ്പോൾ അവരെ ചിലപ്പോൾ ഒരു പക്ഷേ യുണീക്ക് ആക്കുന്നത് അവരാ ഒരു പഴമയിൽ തന്നെ നിൽക്കുന്നതായിരിക്കാം. ഞാൻ റീസെൻ്റ്ലി ഒരു ഇൻസ്റ്റഗ്രാമിലൊരു റീല് കണ്ടപ്പോൾ അതിനുണ്ടായിരുന്നു, ഹസ്ബൻഡും വൈഫും കൂടിയും പ്ലാൻ ചെയ്യണം നമ്മളെ മകനൊരു വേഴ്സറ്റൈൽ പേരിടണമെന്ന്. ഇറ്റ് ഷുഡ് സ്റ്റാൻഡ് ഔട്ട്, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ എന്ന് പറയും വൈഫ്. അപ്പോൾ മറ്റേ ഹസ്ബൻഡ് എഴുതി കൊടുക്കും, കൺഫേം ചെയ്യും പേര്. അപ്പോൾ എന്തായിരിക്കും, സന്ദീപ്. അപ്പോൾ ഭാര്യ ചോദിക്കും, എന്ത് പേരാണിത്, ഇതാണോ നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന? അപ്പം അങ്ങനെ ഈ കുട്ടി നടന്ന് വലുതായി ഇവിടെ എത്തുകയാണ്. സ്കൂളിലെത്തുമ്പോൾ എന്താ പേര്, ഐമിൻ, ഇവൻ്റെ പേര് എസ്വിൻ, എൻ്റെ പേര് ജിഷു, ഇവൻ്റെ പേര് സന്ദീപ്. ആക്ച്വലി ആ ഹസ്ബൻഡ് വളരെ ഇന്റലക്ച്വൽ ആയ ഒരു മനുഷ്യനായിരുന്നു. അയാള് മുൻകൂട്ടി കണ്ടു എല്ലാരും പോകുന്ന ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. സോ ഇഫ് യു വാണ്ട് ടു ബി യുണീക്ക് യു ഹാവ് ടു തിങ്ക് ഡിഫറെന്റ്ലി. പക്ഷെ ആ ഡിഫറൻസ് എന്താവാം, മേ ബി ഗോയിങ് ബാക്ക് ടു ദ പാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റീക്രിയേറ്റിംഗ് ദ പാസ്റ്റ് കുഡ് ബി ആൻ ഐഡന്റിറ്റി. അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന പഴയ സംഗതികൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതും മേ ബി ദാറ്റ് വിൽ ബി ദെയർ USP. നമ്മളെ ഗ്രാൻഡ് വല്യമ്മയൊക്കെ ഫോണ് യൂസ് ചെയ്യല്, മറ്റേത് അവരൊന്നും കുട്ടിക്കാലത്ത് ആലോചിച്ചിട്ടില്ല ഇങ്ങനൊരു സാധനം കുത്തി കളിക്കേണ്ടി വരുന്നത്. ഇപ്പൊ അവര് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇന്ന വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ. നമ്മളന്തം വിടുകയാണ്, അവര് ടെക്നോളജിയിൽ അവര് വന്നല്ലോ. അത് എത്തണമല്ലോ. പിന്നെ എന്താ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന, ഇപ്പൊ നമ്മളെ നൗ യു സീ മീ എന്ന് പറഞ്ഞ ആ പടത്തിലെ കാണിക്കുന്നുണ്ട്, ഹിപ്നോട്ടൈസ് ചെയ്യുന്ന നൗ യു ആർ ഡൂയിങ് ദാറ്റ്, അത് പോസിബിൾ ആണോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ഈ റാപ്പിഡ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി വേറെ സ്കില്ല അല്ല, അത് ഹിപ്നോട്ടൈസിംഗിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ എങ്കിലും അത് ഈ പറയുന്ന പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷെ ചിലതൊക്കെ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രീവിയസ്ലി ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ ഒരു റാപ്പിഡ് ഇൻഡക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പറ്റും. പക്ഷെ അതല്ലാതെ നിൽക്കുന്ന ഒരാളാണ്, നമുക്ക് എല്ലാവരെയും അതിൽ വില്ലിങ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ ഒക്കെ ആക്കുന്ന പോലെ എന്തോ ഒരു സീനുണ്ട്. അതൊന്നും നമുക്ക് നടക്കില്ല. ആരും പിടിച്ച് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറെ പാരാമീറ്റേഴ്സ്. പിന്നെ ഫിലിമിലാണ് സമയത്ത് എല്ലാത്തിനും എക്സാജറേഷൻ ഉണ്ടാവില്ല. നോർമാലിറ്റിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. മറ്റേ പടം കണ്ടിട്ടുണ്ട്, മറ്റേ നമ്മളെ വോൾവറിനില്ലേ, പ്രസ്റ്റീജ്, അത് ഭീകര പടമല്ലേ? രണ്ട് മെജീഷ്യൻസ് ആ ലെങ്ത് പോകുന്നല്ലേ, അടിപൊളി പടമാണ്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് ലാസ്റ്റ് എങ്ങനത്തെ സാധനം കണ്ടുപിടിക്കുക, ഹെവി സാധനമുള്ള കണ്ടുപിടിക്കുക. ഒരു നമ്മുടെ ഇവിടെ നമുക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ക്ലെയിം ചെയ്യുന്ന ഇഷ്ടമല്ല. എങ്കിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല ടാലൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല ക്രിയേറ്റീവായിട്ട് എന്തിനേയും കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ മെജീഷ്യൻസ് ഉണ്ട്. വേൾഡ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇവിടെ ക്രാഫ്റ്റില്. പക്ഷെ ഇതെന്തുകൊണ്ട് എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആർട്ട് എപ്പോഴും ഉഷാറാവാനേ അതിലൊരു ധനികനായ ഒരു ആളുടെ ഒരു ഇൻവോൾവ്മെന്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ പണ്ട് നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ, നാടകങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഒരു പ്രമാണിയൊക്കെ ആയിരിക്കും ഈ ഫണ്ട് അവിടെ ഇത് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടറാണ്. സോ പീപ്പിൾ നീഡ് ടു സപ്പോർട്ട് ദീസ് കൈൻഡ് ഓഫ് യങ് ടാലൻസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കോവിഡിൻ്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർമീഡിയറ്റ് മജീഷ്യൻസ് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു ഇൻകം സോഴ്സൊക്കെ പെട്ടെന്ന് നിൽക്കുകയാണ്. ഈ പറഞ്ഞ ഓൺലൈൻ കോഴ്സ്
ഈ 2 ദിവസം കൊണ്ട് മാജിക് പഠിക്കുക, 1 മാസം കൊണ്ട് മാജിക്, ഇതൊക്കെ പൊങ്ങിയതൊക്കെ ഏകദേശം ആ ഒരു സമയത്താണ്. കാരണം ഇവർക്ക് ഈ സീക്രറ്റ്സ് വെച്ചിട്ട് വേറെ പണം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ മാസ്ക് മജീഷ്യനും ആക്ച്വലി അങ്ങനെ തന്നെ ഒരു സ്റ്റോറിയാണ് ആക്ച്വലി. മാസ്ക് മജീഷ്യൻ വാൽ വാലന്റീനോ എന്നാണ് പുള്ളിയുടെ ശരിക്കുള്ള പേര്. പക്ഷേ സംഹൗ ഹി കുഡൻ ഡു ദ ഇല്യൂഷൻസ് ആസ് ദി അതർ ഗുഡ് മജീഷ്യൻസ് ഔട്ട് ദിയർ. പക്ഷേ പുള്ളിയുടെ അടുത്ത് സീക്രറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് എടുത്തു. അതിൽ ഷോ യു മാജിക് ആൻഡ് ഐ റിവീൽ ഇറ്റ്. ഓക്കെ, ആൻഡ് ആ പുള്ളി അതിൽ സക്സസ്ഫുൾ ആയി. അതെ. അതെ. ഓ